ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഫസ്റ്റ് ഫൈസി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളുണ്ടല്ലോ തണ്ടർ 3 SV എന്ന് പറഞ്ഞ എൻ്റെ പുതിയ ഹെൽമെറ്റ് അൺബോക്സ് ചെയ്യാൻ പോകുന്നതാണ്. അൺബോക്സ് ചെയ്യുന്നതിലൂടെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ്, കാര്യങ്ങൾ, ഇത് എവിടെ നിന്ന് പർച്ചേസ് ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നല്ലൊരു കവർ ഇടുന്നുണ്ട് MTയുടെ. എൻ്റെ ഹെൽമെറ്റിൻ്റെ കളർ എന്ന് വെച്ചാൽ ഗ്രീനും യെല്ലോയും കൂടി മിക്സാണ്. കാരണം എൻ്റെ ബൈക്കിന് മാച്ചായ കളർ ഇതായിരുന്നു. പിന്നെ MT ഹെൽമെറ്റ്സിന് ഇപ്പോൾ ISI മുദ്രയുടെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആവുന്നില്ല. ഇതിപ്പോൾ പെട്ടെന്ന് എടുത്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫീച്ചേഴ്സ് പറഞ്ഞുതരാം. 3 എയർ വെൻ്റാണ് ഇത് വരുന്നത്. ഒന്ന് ചിൻ ഭാഗത്തും അതുപോലെ തന്നെ അപ്പറിലും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലും വരുന്നുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ PC ലെൻസാണ്. പിന്നെ ക്വിക്ക് റിലീസാണ്. നമ്മൾ വൈസേഴ്സ് 2mm തിക്നെസ് വരുന്നുണ്ട്. ഫ്രണ്ട് വൈസർ ആൻറ്റി സ്ക്രാച്ചാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ M സൈസാണ്. എൻ്റെ ഹെഡ് സൈസ് 58ആണ്. അപ്പോൾ M സൈസാണ് എനിക്ക് പറ്റുക. പിന്നെ 4 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. MTയുടെ ബേസ് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ 4 സ്റ്റാർ റേറ്റിംഗ് വരുന്ന ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 6600 ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇത് ഞാൻ പർച്ചേസ് എന്ന് വെച്ചാൽ മോട്ടോഹോക്ക് എന്ന് പറഞ്ഞാൽ എറണാകുളത്തെ ഒരു ഹെൽമെറ്റ് ഷോപ്പ് ആൻഡ് ആക്സസറീസ് എന്നാണ് ഇത് പർച്ചേസ് ചെയ്തത്. അവർ കൊറിയർ ചെയ്തില്ല കേട്ടോ ചെയ്തത്. പിന്നെ അതിന് ഡബിൾ വൈസറാണ് വരുന്നത്. MTയുടെ ഡബിൾ വൈസർ വരുന്ന ഫസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് ഡബിൾ വൈസർ വരുന്നത് ഈ ഒരു ഹെൽമെറ്റിനാണ്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി പാഡിംഗ് ആണ് വരുന്നത്. പിന്നെ ലെതർ കോട്ടിങ് വരുന്നുണ്ട്, വെള്ളം പെട്ടെന്ന് തെറിക്കാതിരിക്കാം. പിന്നെ ക്ലിപ്പ് ലോക്കാണ് വരുന്നത്. പിന്നെ ഡബിൾ സർട്ടിഫിക്കേഷനാണ് വരുന്നത്. ഡോട്ടും ECE സർട്ടിഫിക്കേഷനാണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1500 എന്ന് വെച്ചാൽ 1.5 കിലോ വെയിറ്റ് ഉണ്ട് സാധനം. ഇതിന് ഇന്നർ വൈസർ വരുന്നത് ബ്ലാക്ക് കളർ ഇന്നർ വൈസറാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ആകപ്പാടുള്ള ഡിസ്അഡ്വാൻറ്റേജ് വരുന്നത് വെയ്റ്റിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. 1.5 കിലോ വെയിറ്റ് ഉണ്ട്. അത് ബൈക്കുമ്മേ ലോങ് റൈഡ് പോകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ പ്രോബ്ലങ്ങളൊന്നുമില്ല. കാരണം MTയുടെ ഒരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന മികച്ചൊരു ഹെൽമെറ്റ് തന്നെയാണ് MT തണ്ടർ 3 എന്ന് പറയുന്നത്. സർട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഇപ്പോൾ ഈ മോഡൽ അവൈലബിൾ അല്ലാത്തതെന്ന് വെച്ചാൽ ISIൻ്റെ ഇഷ്യൂ കൊണ്ട് മാത്രമാണ്.